ഹായ്, വെൽക്കം ടു ക്രാഫ്റ്റ് ട്രീ. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒറിഗാമിയുടെ ഒരു ബോക്സാണ്. ബോക്സ് എന്നായിട്ട് യൂസ് ചെയ്യാൻ നമുക്കത് പോട്ടായിട്ട് യൂസ് ചെയ്യാം, പ്ലാന്റിൻ്റെ പോട്ടായിട്ട്, ഡെക്കറേറ്റീവ് ഐറ്റമായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലായിട്ട് കിടക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു A4 സൈസ് പേപ്പർ. അതിൻ്റെ അകത്ത് നമുക്ക് സ്ക്വയർ ആക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് ഏത് സൈസിലുള്ള സ്ക്വയർ പേപ്പർ ആകാം. ഓക്കെ, അപ്പം A4 സൈസാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പേപ്പർ എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡയഗണലി മടക്കുക. ഇതുപോലെ മടക്കുക. അതിനുശേഷം ഇതിൻ്റെ എഡ്ജ് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഇതാണ് ഒരു A4 സൈസ് പേപ്പറിനെ നമ്മൾ സ്ക്വയർ ആക്കുന്നത്. അപ്പം അതിന് ശേഷം നമുക്ക് ഞാനൊരു പിങ്ക് പേപ്പർ ഇട്ട് കാണിച്ചു തരാം, നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാം. സോ ഈ ഒരു പേപ്പറിനെ നമ്മൾ ഫസ്റ്റ് തിങ് വീണ്ടും ഡയഗണലി മടക്കുക, എന്നിട്ട് അവിടെ ഒരു ക്രീസ് വരുത്തുക. നമുക്ക് ആദ്യം വേണ്ടത് ഒരു വാട്ടർ ബോം ഫോൾഡാണ്. അപ്പോൾ ഈ വാട്ടർ ബോം ഫോൾഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ബേസിക്സ് ഓഫ് ഓറിഗാമി എന്ന് പറയുന്ന ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, അത് കാണുക. ഓക്കെ, അതിനുശേഷം ഇതുപോലെ വേർട്ടിക്കലിയും ഹൊറിസോണ്ടലിയും മടക്കുക. എല്ലാ ടിപ്പും ഓറിഗാമിയുടെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളത് മടക്കുന്ന സമയത്ത് കോർണേഴ്സൊക്കെ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്യുക എന്നുള്ളത്. ഇതിന് ശേഷം നമ്മൾ പേപ്പറിനെ എടുത്തിട്ട് ഈ വെർട്ടിക്കലിയും ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും ചെയ്ത ഫോൾഡിനെ നമ്മൾ തിരിച്ച് മടക്കി അകത്തേക്ക് കയറ്റുക ഇതുപോലെ. എന്നിട്ട് ഇതിനെ സ്ക്യൂസ് ചെയ്ത് എടുക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇരിക്കും. ഓക്കെ, ഇനി ഇതിന് ശേഷം ഈ ഒരു ഫോൾഡിനെ നമ്മൾ നേരെ മുകളിലേക്ക് കോർണറിലേക്ക് മടക്കുക. ഈ സെയിം തിങ് ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഇത് ഓപ്പൺ ചെയ്യുക, പേപ്പർ റിവേഴ്സിൽ എടുക്കുക, വീണ്ടും അതേപോലെ ഈ സൈഡും ചെയ്യുക. ഓപ്പൺ ചെയ്യുക. ഇതിന് ശേഷം നമ്മൾ ഈ ഒരു വന്ന പീസിനെ നമ്മൾ സ്ക്വയർ ആക്കുക. സോ ഇതകത്തേക്ക് കയറ്റി ഈ ഒരെണ്ണത്തെ സ്ക്യൂസ് ചെയ്ത് ഇവിടെ ഒരു സ്ക്വയർ കൊണ്ടുവന്നു. ഈ സെയിം പ്രോസസ്സ് ഇതേപോലെ എടുത്ത് ഓപ്പൺ ചെയ്ത് ഈ കോർണർ ടിപ്പിൽ ഈ ഒരു പോയിന്റിൽ കൊണ്ടുവന്ന് മീറ്റ് ചെയ്യുന്നത് പോലെ പേപ്പർ നേരെ റിവേഴ്സിലെടുക്കുക. 4 കോർണേഴ്സും അതേപോലെ തന്നെ ചെയ്യും. ഇവിടെ ഒരു സ്ക്വയർ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇതിങ്ങനെ രണ്ട് സൈഡും മടക്കി. അതിനുശേഷം ഇപ്പോൾ ഈ മടക്കിയ ഫോൾഡിൽ ഒരെണ്ണം എടുത്ത് ഒരേ ഒരു പേപ്പർ എടുത്ത് ഇതുപോലെ മടക്കുക ഡയഗണൽ. ഇങ്ങനെ 4 കോർണേഴ്സും നമുക്ക് മടക്കാനുള്ളതാണ്. സോ അതിൽ ഫസ്റ്റ് ഈ രണ്ട് സൈഡും മടക്കുക. എന്നിട്ട് ഈ നടുക്ക് വന്നിരിക്കുന്ന ഈ ഒരു കുഞ്ഞ് സ്ക്വയർ ഇതിനെ നമ്മൾ മുകളിലേക്ക് മടക്കി ഈ ഒരു ടിപ്പിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യും. ഓക്കെ, അതിനുശേഷം ഇതിനെ നേരെ റിവേഴ്സിലെടുത്ത് സെയിം തിങ് റിപ്പീറ്റ് ചെയ്യുക. കോർണറിൽ നിന്ന് ഈ ഒരു പീസ് ഒറ്റ ഒരു പീസ് എടുത്ത് ഇതുപോലെ ഡയഗണലി മടക്കുക. അതിനുശേഷം ഈ നടുക്ക് വന്നിരിക്കുന്നതിനെ ഇതിനെ ഇപ്പുറത്തേക്ക് മടക്കി ഉണ്ടാക്കുക. ഇത് ഇത്രയും ചെയ്തതിന് ശേഷം ഈ ഒരു സൈഡിൽ നിന്ന് നമ്മുടെ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കും ബാക്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കും, ഇപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ പ്ലെയിൻ ആയിട്ടിരിക്കും. അകത്താണ് നമ്മൾ മടക്കിയത് പോയിരിക്കുന്നത്. അതിനുശേഷം ഈ വന്നതിനെ വീണ്ടും നമ്മൾ ചെയ്ത സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യാം. ഈ പേപ്പർ നേരെ റിവേഴ്സിലെടുക്കുക, കോർണറിനെ
ഇങ്ങോട്ടേക്ക് മടക്കുക, ഇങ്ങോട്ടേക്ക് മടക്കുക. ഈ ഒരു കുഞ്ഞു പീസിനെ ഇതാ ഇങ്ങോട്ടേക്ക് മടക്കുക. ഇതാ അപ്പോൾ ഇതാ ഇതുപോലെ വരും. ഇതാ കണ്ടോ? ഇങ്ങനെ വന്ന ഒരു പീസിനെ നിങ്ങൾ ഫസ്റ്റ് ഈ ഒരു പെറ്റൽ മാത്രം എടുത്തിട്ട് ഈ ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് വരാനായിട്ട് ഈ ഒരു പോയിന്റിനെ നമ്മുടെ ഈ സെൻറ്റർ ലൈനിലേക്ക് കൊണ്ടുവന്ന് മീറ്റ് ചെയ്യുക. ഇതാ കറക്റ്റ് കണ്ടോ? നന്നായിട്ട് ഫോൾഡ് കൊടുക്കുക. ഫോൾഡ് കൊടുത്തിട്ട് ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്കെയിൽ എടുത്തിട്ട് നന്നായിട്ട് ഫോൾഡ് കൊടുക്കുക. നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനും സെയിം തിങ് റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, നേരെ പേപ്പർ റിവേഴ്സിലെടുക്കുക, തിരിച്ചും അതേപോലെ. ഓക്കെ, ഈ സൈഡും അതേപോലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ മേളിൽ ഈ ലൈൻ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ളത് ഫോൾഡ് ചെയ്യുക. ഈ ഫോൾഡ് രണ്ട് സൈഡിലേക്കും കൂടെ ഫോൾഡ് ചെയ്യും. കണ്ടോ? മടക്കി ഈ ലാസ്റ്റ് മടക്കിയ ഈ ഒരു പെറ്റൽ മാത്രം നമ്മൾ തിരിച്ച് ഓപ്പൺ ചെയ്യുക. രണ്ട് സൈഡിലേക്കുള്ളത് മാത്രം, മുകളിലത്തേതൊന്നുമല്ല. ഈ ഒരു പോർഷനിൽ ഇരുന്നത് ഇപ്പുറത്തേക്ക് ഓപ്പൺ ചെയ്തു. അങ്ങനെ 4 കോർണേഴ്സിലുള്ളത് ഓപ്പൺ ചെയ്തു. ഇനി ഇതിനെ ഇതുപോലെ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി ഒരു ഫോൾഡ് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ? ഈ ഒരു ഫോൾഡ് വെച്ചിട്ട് ഫിംഗേഴ്സ് അകത്തോട്ടിട്ടിട്ട് ഇതിനെ വലിച്ച് നിവർക്കുമ്പോൾ ഒരു സ്ക്വയർ ആകും അടിയിൽ. കോർണറിൽ നമ്മൾ മടക്കിയതിനെ സ്ട്രെയിറ്റ് ആക്കി വെക്കുക. കണ്ടോ? നമുക്കിതിങ്ങനെ യൂസ് ചെയ്യാം. നേരത്തെ പോട്ടെന്ന് പറയുമ്പം ഈ ഒരു എൻഡ്, എല്ലാ പേപ്പറിൻ്റെ എൻഡ് ഭാഗം മാത്രം റേസ് ചെയ്ത് വെക്കുക. കണ്ടോ? ഒരെണ്ണ എടുക്കാവുള്ളൂ. ഒറ്റ പേപ്പർ മാത്രം എടുത്ത് ഫോൾഡ് മാറ്റുക, സ്ട്രെയിറ്റ് ആക്കുക. കണ്ടോ? ഇപ്പം നമ്മുടെ ആ ഒരു പോട്ട് അല്ലെങ്കിൽ ബോക്സ് ഒക്കെ റെഡി ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇടുക, അല്ലെങ്കിൽ ഇതുപോലെ പ്ലാന്റ് കീപ്പ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഒറിഗാമി വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും അമർത്തുക. ഷെയർ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്